BJP ദേശീയ ഉപാധ്യക്ഷൻ EP അബ്ദുള്ളക്കുട്ടി ജനം ടിവിയോടൊപ്പം ചേരുകയാണ്. തീർച്ചയായിട്ടും സുരേഷ്, BJPയുടെ ദേശീയ ഉപാധ്യക്ഷൻ EP അബ്ദുള്ളക്കുട്ടി നമ്മോടൊപ്പം ചേരുകയാണ്. ഇപ്പോൾ പദയാത്ര എത്തി നിൽക്കുന്നത് മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലാണ്. മലപ്പുറം ആയതുകൊണ്ട് തന്നെ അബ്ദുള്ളക്കുട്ടിക്ക് പറയാൻ ഏറെ കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഒരു മതവിഭാഗത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് അദ്ദേഹം ഹജ്ജിൻ്റെ ചുമതലയൊക്കെ വഹിക്കുന്ന വ്യക്തിത്വമാണ്. അതിലേക്ക് തന്നെ നമുക്ക് ആദ്യം പോകാം. എങ്ങനെയാണ് ഈ ഒരു ജനതയോട്, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലെ ജനതയോട് പറയാനുള്ള അഭിപ്രായങ്ങൾ? കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്ര ഇന്ന് മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലാണ്. ഇന്ന് രാവിലെ അങ്ങാടിപ്പുറം തിരുമാതാംകുന്ന് ക്ഷേത്രത്തിൽ നിന്ന് പര്യടനം ആരംഭിക്കുകയാണ്. മലപ്പുറം ജില്ലയിൽ ജാഥ എത്തുമ്പോൾ ന്യൂനപക്ഷ സമുദായത്തിന് രാഷ്ട്രീയമായി വലിയ സ്വാധീനമുള്ള ഒരു പ്രദേശമാണ്. മലപ്പുറത്ത് തീർച്ചയായും വലിയ മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ ജാഥ പിന്നിട്ട കേന്ദ്രങ്ങളിലെല്ലാം നിരവധി രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് നിരവധി ആളുകൾ സുരേന്ദ്രൻ്റെ അടുത്ത് വന്ന് മെമ്പർഷിപ്പ് സ്വീകരിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. മലപ്പുറത്തെ CPMൻ്റെ ഒരു ഉശിരൻ പ്രവർത്തകനാണ് ആറ്റക്കോയ തങ്ങൾ. അദ്ദേഹം കോഴിക്കോട് വെച്ചുള്ള ചടങ്ങിൽ നൂറുകണക്കിന് ആളുകൾ മെമ്പർഷിപ്പ് എടുത്ത ചടങ്ങിൽ CPMൻ്റെ പ്രമുഖ വാഗ്മിയായിട്ടുള്ള ആറ്റക്കോയ തങ്ങൾ BJPയിൽ ചേർന്നിരിക്കുകയാണ്. കണ്ണൂരിലെത്തിയപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, മുതിർന്ന കോൺഗ്രസ് നേതാവ് രഘുനാഥ് ആയിരുന്നു ഞങ്ങളുടെ ജാഥാ സ്വീകരണ കമ്മിറ്റിയുടെ ചെയർമാൻ. ഇങ്ങനെ ഈ ജാഥ പുറപ്പെട്ട പല പ്രദേശങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക്, NDAയിലേക്ക് നരേന്ദ്രമോദിയുടെ വികസന ക്ഷേമ രാഷ്ട്രീയത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ആളുകൾ തുരുതുര വരികയാണ്. തീർച്ചയായും മലപ്പുറം ജില്ലയിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും നിരവധി മറ്റു പാർട്ടികളിൽ നിന്നൊക്കെ അവരുടെ ആ ഒരു രാഷ്ട്രീയ പ്രവർത്തനം ഉപേക്ഷിച്ച് BJPയുടെ അല്ലെങ്കിൽ ദേശീയധാരയുടെ ഭാഗമാകുന്ന ഒരു കാഴ്ച നമുക്ക് എല്ലാ പദയാത്രയിലും കാണാൻ സാധിക്കുന്നു. ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളും നരേന്ദ്രമോദിയുടെ പ്രഭാവവും തന്നെയാണോ ഇത്തരത്തിൽ ഒരു BJPയിലേക്ക് നിരവധി ആളുകൾ ഇങ്ങനെ ഒഴുകിയെത്താനുള്ള പ്രധാന കാരണം? ഇന്ത്യൻ രാഷ്ട്രീയം നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം അഴിമതിയായിരുന്നു, വികസന മുരടിപ്പായിരുന്നു. ഇതിന് ഒരു പരിഹാരം കണ്ടത് നരേന്ദ്രമോദിയുടെ കാലത്താണ്. കഴിഞ്ഞ 10 കൊല്ലം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന ക്ഷേമ വികസന പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് അഴിമതി നമ്മുടെ രാജ്യത്തെ നശിപ്പിച്ചത് അതായിരുന്നു. കോൺഗ്രസിൻ്റെ കാലത്ത് 2G സ്പെക്ട്രം, അതുപോലെ തന്നെ കൽക്കരി അഴിമതി, ആകാശത്തും പാതാളത്തിലും അഴിമതി നടത്തിയവരായിരുന്നു അവർ. അതിന് അന്ത്യം കുറിച്ചു. ഇവിടെ ഇവർ വലിയ ഇന്ത്യ മുന്നണിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഒരു ചെറിയ വിമർശനം നരേന്ദ്രമോദിക്കെതിരെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ്റിലെ മന്ത്രിമാർക്കെതിരെ, ഉദ്യോഗസ്ഥർക്കെതിരെ അഴിമതിയുടെ ചെറിയൊരു വിരൽ പോലും അവർക്ക് ചൂണ്ടാൻ സാധിച്ചില്ല എന്നുള്ളതാണ് നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതാണ് അദ്ദേഹത്തിന് പുതിയ തലമുറയുടെ, യുവാക്കളുടെ വലിയ പിന്തുണ കിട്ടുന്നത്. 15 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഇപ്പോൾ കേരള പദയാത്ര പര്യടനം പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇന്ന് മലപ്പുറത്തേക്ക് എത്തുമ്പോൾ 16ാമത്തെ ലോക്സഭാ മണ്ഡലത്തിലേക്ക് എത്തുകയാണ്. ഈ ഒരു 15 പദയാത്ര പിന്നിടുമ്പോൾ BJP കേന്ദ്ര നേതൃത്വത്തിൻ്റെ പ്രതീക്ഷകൾ എത്രയാണ്, പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഒരു കാലഘട്ടത്തിൽ? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇക്കുറി ഞങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. 24-ല് നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കരങ്ങൾക്ക് ശക്തി പകരാൻ കേരളത്തിൽ നിന്ന് NDAയുടെ MP-മാർ കൈ ഉയർത്താനുണ്ടാവും. വലിയ പ്രതീക്ഷയിലാണ് BJP. ഈ ക്ഷേത്ര മുറ്റത്ത് നിന്ന് പറയാണ്, ജനങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും ഞങ്ങൾക്കുണ്ടാവും. അത്രയും നല്ല സാധാരണ ഒരു ഗവൺമെൻറ് ഇലക്ഷനിൽ മത്സരിക്കാൻ പോകുമ്പോൾ നരേന്ദ്രമോദി നല്ലൊരു പ്രോഗ്രസ് റിപ്പോർട്ടുമായിട്ടാണ് പോകുന്നത്. നല്ല ആത്മവിശ്വാസമുണ്ട്. കേരളത്തിലും അതിൻ്റെ അനുരണനങ്ങളുണ്ടാവും. കേരളത്തിൽ മാറ്റങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു.
ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. നരേന്ദ്രമോദിയുടെ കരങ്ങൾക്ക് പിന്തുണ അർപ്പിക്കാൻ കേരള 2019 ഇതേ പ്രതീക്ഷയായിരുന്നു BJPക്ക് സംസ്ഥാനത്തുള്ളത്. പക്ഷേ അന്ന് ഒരു സീറ്റും നേടാൻ സാധിക്കാത്ത ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിന് സമാനമായ രീതിയിലായിരിക്കും ഇത്തവണത്തെയും BJPയുടെ ചരിത്രമെന്നാണ് CPM ഉം കോൺഗ്രസ് ഒക്കെ പറയുന്നത്. അന്നത്തേതിൽ നിന്ന് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. നമുക്ക് വളരെ അനുകൂലമായിട്ടുള്ള രാഷ്ട്രീയ അന്തരീക്ഷമാണുള്ളത്. സുരേഷ്, നിലവിൽ BJPയുടെ ദേശീയ ഉപാധ്യക്ഷൻ AP അബ്ദുള്ള കുട്ടിയാണ് നമ്മളോട് പ്രതികരിച്ചത്. വലിയ പ്രതീക്ഷയാണ് അവർക്കുള്ളത്. 2024 നടക്കാൻ പോകുന്ന ആ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP വലിയ മാറ്റങ്ങൾ, കൂടുതൽ സീറ്റുകൾ നേടിക്കൊണ്ട് BJP സംസ്ഥാനത്തും കരുത്ത് ആർജിക്കുമെന്ന ഒരു പ്രതികരണം തന്നെയാണ് BJP ദേശീയ ഉപാധ്യക്ഷന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. BJP ദേശീയ ഉപാധ്യക്ഷൻ AP അബ്ദുള്ള കുട്ടിയോടൊപ്പം വിനീഷാണ് വിശദാംശങ്ങൾ നൽകിയത്.